പ്രഭാഷണം ഇന്ന് വിജയലക്ഷ്മി PK പാലക്കാട് ഏകാദശ സ്കന്ധത്തിന്റെ 15ാമത്തെ അധ്യായം. 15ാമത്തെ അധ്യായത്തില് ധ്യാന യോഗത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് വിജയലക്ഷ്മി PK. നമുക്കറിയാം, ആ ഒരു കുടുംബത്തിലെ ധാരാളം അംഗങ്ങൾ നമ്മുടെ ഭാഗവത കുടുംബത്തില് എന്ത് പ്രകർമ്മങ്ങളുണ്ടെങ്കിലും പാറുക്കുട്ടി, വിജയലക്ഷ്മി, അതുപോലെ തന്നെ പത്മജ, ഇങ്ങനെ എല്ലാവരും സഹകരിച്ചുകൊണ്ട് പോകുന്ന ഒരു കുടുംബമാണ് പാലക്കാടുള്ള ഇവരുടെ കുടുംബം. എന്തായാലും ആ വിജയലക്ഷ്മി ചേച്ചിയുടെ വാക്കുകളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാവിധ ആചാര്യ മര്യാദകളോടും കൂടി ഈ ഏകാദശം 15ാമത്തെ അധ്യായം ആ ധ്യാന യോഗത്തെക്കുറിച്ച് ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള രംഗങ്ങളെ നമുക്ക് പറഞ്ഞു തരുവാൻ വേണ്ടി ആ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുഭ്യോ നമ. ഗം ഗണപതയേ നമ. സംസരസ്വത്യൈ നമ. കാണേണം കാണിനേരം കനിവൊടു തിരുവുൾക്കാവിൽ മേവും ഭവാനേ. കേണിയിടുന്നോരു ഞാനും കഴലിന സതതം ഭക്തിയോടെ തൊഴുന്നേൻ. വേണം മേ ബുദ്ധിവിദ്യ അതിനൊരു വരമിങ്ങാശു നൽകിയിട വേണം. കാരുണ്യത്താൽ വരേണം സകല ഗുണമെനിക്കെന്റെ ശ്രീഭൂതനാഥ. മക്കൾക്കു വേണ്ടതനിശം മികവോടു നൽകി പക്കത്തിലെങ്ങും അവരെ പരിപുഷ്ടരാക്കി. ദുഃഖത്തിൽ നിന്നു വിരവിൽ കരകേറ്റിടുന്ന നെല്ലിക്കുളങ്ങരയിൽ വാഴുമുമേ തൊഴുന്നേൻ. മനുത്തിരുമേനിക്കും ഈ ഭാഗവത കുടുംബത്തിലെ മറ്റെല്ലാവർക്കും നമസ്കാരം. ഏകാദശ സ്കന്ധം 15ാം അധ്യായമാണ് ഇവിടെ കാണുന്നത്. ഏകാദശ സ്കന്ധത്തിന്റെ ലക്ഷണം മുക്തിയാണ്. ഉദ്ധവനും ഭഗവാനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ഇതിനു മുമ്പുള്ള അധ്യായങ്ങളിൽ മനുഷ്യധർമ്മം അനുഷ്ഠിക്കാൻ എളുപ്പമാർഗം ഭക്തിയാണെന്ന് പറയുന്നു. യോഗം, സാഖ്യം, ധർമ്മം, വേദാധ്യയനം, തപസ്, ദാനം ഇവയൊന്നും ഭക്തിയെ പോലെ എന്നെ സ്വാധീനിക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ധ്യാന യോഗാംഗങ്ങളെ കുറിച്ചും പറയുന്നു. അഭ്യാസത്തിലൂടെ, അതായത് ഉപാസനകളിലൂടെ സിദ്ധികൾ ഉണ്ടാവുന്നു എന്നറിഞ്ഞപ്പോൾ അവയെപ്പറ്റി കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് ഉദ്ധവൻ പറഞ്ഞു. അതിന് ഭഗവാൻ മറുപടി പറഞ്ഞു. ഓരോ ധാരണകൾ അനുസരിച്ചുകൊണ്ട് ഓരോ സിദ്ധികൾ ഉണ്ടാവും. എന്നാൽ അവയൊക്കെ മോക്ഷം ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നതിനാൽ മഹാന്മാർ അവയെ കാക്ഷിക്കുന്നില്ല എന്ന് പറയും. നമുക്ക് വിശദമായി മനസ്സിലാക്കാം. ഉദ്ധവൻ ചോദിച്ചു, കയാധാരണയാ കാസ്വിത് കഥം വാ സിദ്ധിരച്യുത കതിവാ സിദ്ധയോ ബ്രൂഹി യോഗിനാം സിദ്ധിദോ ഭവാൻ. അച്യുത, നാശമില്ലാത്ത സ്വാമി, യോഗിനാം, യോഗികൾക്ക്, സിദ്ധിദഃ, സിദ്ധിയെ കൊടുക്കുന്നു. ഏതേതു മാതിരി ധാരണയാൽ ഏതേതു വിധം സിദ്ധികൾ ഉണ്ടാവുന്നു? സിദ്ധികൾ എത്ര വിധം? അങ്ങയുടെ കാരുണ്യം കൊണ്ടാണല്ലോ സിദ്ധികൾ ഉണ്ടാവുന്നത്. യോഗികൾക്ക് സിദ്ധിയെ കൊടുക്കുന്നത് അങ്ങാണല്ലോ. അതിനാൽ അങ്ങ് തന്നെ അങ്ങയുടെ വിശേഷങ്ങൾ പറഞ്ഞു തരണം. ഭഗവാൻ പറഞ്ഞു, സിദ്ധികളും അവയ്ക്ക് കാരണമായ ധാരണകളും 18 വിധമെന്ന് മഹാന്മാർ നിശ്ചയിച്ചിരിക്കുന്നു. അവയിൽ 8 മുഖ്യമായവയാണ്. ഭഗവാനെ പ്രാപിക്കുന്നത് തന്നെ മുഖ്യസിദ്ധിയെന്നും സത്വാദി ഗുണങ്ങളുടെ അഭിവൃദ്ധി നിമിത്തം ബാക്കി 10 സിദ്ധികളും
ഉണ്ടാവുമെന്ന് പറയുന്നു. അണിമ, മഹിമ, ലഘിമ എന്നീ സിദ്ധികൾ കൊണ്ട് തൻ്റെ ശരീരത്തെ ചെറുതും വലുതും ഘനമില്ലാത്തതും ആക്കി തീർക്കുവാൻ കഴിയും. ശരീരത്തെ ഏറ്റവും ചെറുതാക്കി മറ്റുള്ളവർക്ക് കാണാൻ തന്നെ കഴിയാതെ ആക്കുന്നതാണ് അണിമ. ഘനം കുറയ്ക്കുന്നത് ലഘിമ. ഏറ്റവും വലുതാക്കി തീർക്കുന്നതാണ് മഹിമ. സർവ പ്രാണികളുടെ ഇന്ദ്രിയങ്ങളോട് കൂടി ചേർന്ന് ആഗ്രഹിക്കും പോലെയൊക്കെ സുഖം അനുഭവിക്കാൻ ശക്തി ഉണ്ടാക്കി തീർക്കുന്നത് പ്രാപ്തി എന്ന സിദ്ധിയാണ്. പദാർത്ഥമില്ലാതെ തന്നെ അവയെ അനുഭവിക്കാൻ കഴിയുന്നു. ഇഹത്തിലും പരത്തിലുമുള്ള എല്ലാ വസ്തുക്കളെയും കാണുകയും കേൾക്കുകയും ചെയ്യാൻ പ്രാകാശ്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജ്ഞാനം എന്ന സിദ്ധി കൊണ്ട് കഴിയും. തൻ്റെ ഇഷ്ടം പോലെ മറ്റുള്ളവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുവാൻ കഴിവുണ്ടാക്കുന്നത് ഈശിത്വം എന്ന സിദ്ധിയാണ്. ദേഹാദികളിലും വിഷയസുഖങ്ങളിലും ചേർച്ചയില്ലാതെ ഇരിക്കാൻ വശിത്വം എന്ന സിദ്ധി കൊണ്ട് സാധിക്കും. തുരീയാവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു എന്ന ഭാവത്തിൽ ധ്യാനിച്ചാൽ വശിത്വം എന്ന സിദ്ധി കൈവരും. 3 ഗുണങ്ങളും കടന്ന് എന്നിൽ രാഗമാലിന്യമില്ലാതെ മനസ്സിനെ ഉറപ്പിച്ചാൽ കിട്ടുന്ന സിദ്ധി കാമാവസായിത. ഈ സിദ്ധി കൊണ്ട് ആഗ്രഹിക്കുന്ന എല്ലാ സുഖങ്ങളും അപ്പോൾ തന്നെ കിട്ടും. ഇതിന് പ്രാഗാമ്യം എന്നും പറയാറുണ്ട്. 8 സിദ്ധികളും എപ്പോഴും ഭഗവാനിലുള്ളതാണ്. ഇത് കൂടാതെ 10 സിദ്ധികൾ സംസാര സുഖത്തെ മാത്രം ജനിപ്പിക്കുന്നു. അതുകൊണ്ട് അവ ഉത്കൃഷ്ടങ്ങളല്ല. ഈ ദേഹത്തോട് കൂടിയിരിക്കുമ്പോഴും വിശപ്പും ദാഹവും ഇല്ലായ്മ. ദൂരത്തിരിക്കുന്ന പദാർത്ഥങ്ങൾ കാണുക, ദൂരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുക, വിചാരിച്ച ദിക്കിൽ അപ്പോൾ ദേഹം എത്തുക, ഇഷ്ടമുള്ള രൂപമെടുക്കുക, അന്യ ശരീരത്തിൽ സ്വജീവനെ പ്രവേശിപ്പിക്കുക, ഇഷ്ടം പോലെ മരിക്കുക, ദേവസ്ത്രീകളോട് ഒരുമിച്ച് കളിക്കുന്ന ദേവന്മാരെ കാണുക, സങ്കല്പിക്കുന്നതൊക്കെ കിട്ടുക, കൽപ്പനയ്ക്ക് തടസ്സം ഒരു ദിക്കിലും ഇല്ലാതെ വിചാരിക്കുന്നിടത്ത് പ്രവേശിക്കുക. ഈ 10 സിദ്ധികളും നിസ്സാരമാണ്. അവ ശ്രേഷ്ഠങ്ങളല്ല. ഇതിലും നിസ്സാരമായ 5 സിദ്ധികളുണ്ട്. കഴിഞ്ഞതും നടക്കുന്നതും വരാൻ പോകുന്നതുമായ സംഗതികൾ അറിയുക, ചൂട്, തണുപ്പ് എന്നിങ്ങനെയുള്ള പ്രകൃതി കാര്യങ്ങളെ തടുക്കുക, അന്യൻ വിചാരിക്കുന്നതിനെ അറിയുക, സൂര്യന്റെ ദഹനശക്തിയെ തടുക്കുക, എല്ലാത്തിനെയും നിൽക്കുന്ന ഈ ജഗത്ത് ആരാണോ സൃഷ്ടിക്കുന്നത്, ആരിലാണോ സ്ഥിതി ചെയ്യുന്നത്, ആരിലാണോ ലയിക്കുന്നത്, അങ്ങനെയുള്ള പരിബ്രഹ്മമായ അങ്ങേക്ക് നമസ്കാരം. അതുപോലെ സൂര്യന്റെ ദഹനശക്തിയെ തടുക്കുക, വിഷം വ്യാപിക്കുന്നതിനെ തടസ്സപ്പെടുത്തുക, സർവത്ര വിജയം. ഇവ നിസ്സാരമാണ്. പിന്നീട് ഈ സിദ്ധികൾ ഏതുവിധ ധാരണയാൽ ഉണ്ടാകുന്നു എന്ന് വിവരിക്കുന്നു. മനസ്സിന്റെ സ്ഥിരതയും സങ്കല്പ സാമർഥ്യവും അനുസരിച്ചാണ് സകല സിദ്ധികളും ഇരിക്കുന്നത്. എന്നെ സൂക്ഷ്മഭൂതസ്വരൂപനായി ധ്യാനിച്ചാൽ അണിമ എന്ന സിദ്ധി ഉണ്ടാകും. സൂക്ഷ്മ രൂപം എടുക്കാൻ കഴിയും. ജ്ഞാനശക്തിക്കാസ്പദമായിരിക്കുന്ന മഹത്തത്വത്തെ ഉപാധിയായി സ്വീകരിച്ച മഹാത്മാവായ എന്നിൽ മനസ്സിനെ ദൃഢമായി ഉറപ്പിച്ച് ധ്യാനിച്ചാൽ വലിയ സ്വരൂപം എടുക്കാൻ കഴിയും. പഞ്ചഭൂതങ്ങൾ ഓരോന്നിനെയും ധ്യാനിച്ചാലും മഹിമ എന്ന സിദ്ധി ഉണ്ടാകും. പരമാണുക്കളുടെ അന്യോന്യ സമ്മേളനത്താൽ ഭൂതങ്ങൾ ഉണ്ടാവുന്നു. ആ പരമാണുക്കളിൽ പ്രകാശിക്കുന്ന എന്നെ ധ്യാനിച്ചാൽ പരമാണു തുല്യമായിട്ട് ശരീരത്തെ കനമില്ലാതാക്കാൻ സാധിക്കും. അതാണ് ലഘിമ. സാത്വികാഹങ്കാരത്തെ ഉപാധിയായി സ്വീകരിച്ച് വിളങ്ങുന്ന എന്നിൽ മനസ്സിനെ ദൃഢമായി ഉറപ്പിക്കുന്ന ഒരു ഉപാസകൻ സകല പ്രാണികളുടെയും ഇന്ദ്രിയങ്ങളിൽ ചേർന്നിരിക്കാൻ ശക്തനാവും. ഇതാണ് പ്രാപ്തി എന്ന സിദ്ധി. ക്രിയാശക്തി പ്രധാനമായ മഹത് തത്വത്തിന് സൂത്രം എന്ന് പറയുന്നു. അതിനെ പ്രധാനമായി സ്വീകരിച്ചാൽ ദൂരെ ഇരിക്കുന്നവരെയും പദാർത്ഥങ്ങളെയും കാണാൻ കഴിയും. ഇതാണ് പ്രാകാശ്യം എന്ന സിദ്ധി. സത്വാദി 3 ഗുണങ്ങളുടെ സാമ്യാവസ്ഥയാകുന്ന മായയുടെ നിയന്താവും
എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്നവനും എല്ലാറ്റിൻ്റെയും ഉള്ളിലിരിക്കുന്നവനുമായ എന്നിൽ മനസ്സിനെ ഉറപ്പിക്കുന്ന യോഗിക്ക് എല്ലാ ശരീരങ്ങളെയും അവയിലിരിക്കുന്ന ജീവന്മാരെയും എൻ്റെ ഇഷ്ടം പോലെ പ്രവർത്തിപ്പിക്കുവാൻ കഴിയും. അതുകൊണ്ട് ആ യോഗി ഈശിത്വം എന്ന സിദ്ധി കൈവരിച്ചവനാണ്. തുരിയാവസ്ഥയിലുള്ള ഭഗവാൻ നാരായണൻ എന്ന ഭാവത്തിൽ ധ്യാനിച്ചാൽ വശിത എന്ന സിദ്ധി പ്രാപിക്കും. വിരാട്, ഹിരണ്യഗർഭൻ, കാരണം എന്ന 3 ഉപാധികളെയും കടന്നിരിക്കുന്ന അവസ്ഥയാണ് തുരീയം. ഭഗവാന്റെ ധർമ്മം സിദ്ധിക്കുന്നതിനാലാണ് എല്ലാം സ്വാധീനമായി വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 3 ഗുണങ്ങളെയും കടന്ന് സർവത്ര പരിപൂർണനായ എന്നിൽ രാഗമാലിന്യമില്ലാത്ത മനസ്സിനെ ഉറപ്പിച്ചാൽ കിട്ടുന്ന സിദ്ധിയാണ് കാമാവസായിത. കാമം അതായത് മോഹം അറ്റവനായി പരമാനന്ദത്തെ പ്രാപിക്കുന്നു. പിന്നീട് ഗുണഹേതുക്കളായ സിദ്ധികളും അതിനുവേണ്ട ധ്യാന വിശേഷങ്ങളും പറയുന്നു. ധർമ്മസ്വരൂപനായ ശ്വേതദ്വീപപതിയായ എന്നിൽ മനസ്സിനെ നിർത്തുന്നവൻ ഗുണങ്ങളെ ജയിച്ചവനായിരിക്കും. അതുകൊണ്ട് അവന് വിശപ്പ്, ദാഹം, ശോകം, മോഹം, ജര, മരണം എന്നിവയുടെ ഉപദ്രവം ഉണ്ടാവുകയില്ല. ഈ 6 ദുഃഖങ്ങൾ കൂടി ഷഡൂർമികൾ എന്നാണ് പറയുന്നത്. ഇവ സമുദ്രത്തിലെ തിരമാല പോലെ തുടർച്ചയായി ഉണ്ടാവുകയാണ്. സമഷ്ടിപ്രാണനായ എന്നിലുള്ള സൂക്ഷ്മ ശബ്ദത്തെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന ജീവൻ ആ മഹാകാശത്തിൽ വ്യാപിക്കുന്ന എല്ലാ ശബ്ദങ്ങളെയും എവിടെ ഇരുന്നാലും കേൾക്കും. ഏതൊരു ശബ്ദത്തിനും മഹാകാശം ആസ്പദമായിരിക്കുന്നതിനാൽ സർവപ്രാണികളുടെയും വിചിത്ര ശബ്ദം കേൾക്കാം. സൂര്യനെ കണ്ണിലും ചേർത്ത് അത് രണ്ടിലും ഒരുപോലെ പ്രകാശിക്കുന്ന ഏകരൂപനായ എന്നിൽ മനസ്സിനെ ഉറപ്പിക്കുന്നവൻ എല്ലാ ലോകങ്ങളെയും തൻ്റെ സൂക്ഷ്മ ദൃഷ്ടിയിൽ കാണുന്നതിനാൽ ഏതൊരു ദിക്കിലിരിക്കുന്ന സാധനങ്ങളെയും ഇവൻ കാണുന്നു. മനസ്സിനെയും ദേഹത്തെയും അതിനെ അനുസരിച്ച് സഞ്ചരിക്കുന്ന വായുവിനെയും എന്നിൽ ഉറപ്പിച്ചുകൊണ്ട് എന്നെ ധ്യാനിച്ചാൽ മനസ്സെവിടെ എത്തുന്നുവോ അവിടെ ദേഹവും എത്തും. ഇതാണ് മനോജപം എന്ന സിദ്ധി. എല്ലാമായി ഭവിക്കാനുള്ള സാമർഥ്യം മനസ്സിനുണ്ടാകുമ്പോൾ മനസ്സു തന്നെ എല്ലാറ്റിൻ്റെയും ഉപാദാന കാരണം. എല്ലാമായി ഭവിച്ചിരിക്കുന്ന എന്നോട് ചേർന്ന് മനസ്സിനും എല്ലാമായി ഭവിക്കാൻ സാമർഥ്യം സിദ്ധിക്കുന്നു. അതിനാൽ ഏത് രൂപത്തെ എപ്പോൾ ആഗ്രഹിക്കുന്നുവോ ആ രൂപം അപ്പോൾ കിട്ടും. ഇത് തന്നെ കാമരൂപം എന്ന സിദ്ധി. പ്രാണനില സ്വാധീനപ്പെടുത്തിയ യോഗിക്ക് സൂക്ഷ്മ ശരീരത്തെ അവലംബിച്ചുകൊണ്ട് ദൃഢമായി ധ്യാനിച്ചുകൊണ്ട് മറ്റൊരു ശരീരത്തിൽ പ്രവേശിക്കാൻ കഴിയും. യോഗിക്ക് ഇച്ഛിക്കുമ്പോൾ മരിക്കാൻ കഴിയും. ഏത് ലോകത്തിലോ ഏത് രൂപത്തിലോ പ്രവേശിക്കണമെന്ന് ഇച്ഛിക്കുന്നുവോ അതിൽ ചേർന്നുകൊണ്ട് ദേഹത്തെ ഉപേക്ഷിക്കാൻ കഴിയും. ഇതാണ് സ്വച്ഛന്ത മൃത്യുത്വം. എൻ്റെ ഉപാധിയായിരിക്കുന്ന ശുദ്ധ സത്വത്തെ ധ്യാനിച്ചാൽ സത്വാംശത്തിൽ നിന്ന് ഉത്ഭവിച്ചവരായ ദേവസ്ത്രീകൾ വിമാനത്തോടുകൂടി വന്ന് സമീപത്തിൽ വന്നു നിൽക്കും. അവരോടൊരുമിച്ച് വിമാനത്തിൽ ദേവന്മാരുടെ ഉദ്യാനങ്ങളിൽ ചെന്ന് കളിക്കുകയോ അവരുടെ കളി കാണുകയോ ചെയ്യാം. സത്യസങ്കൽപ്പനായ എന്നിൽ പൂർണ്ണ വിശ്വാസമുള്ള ഒരുവൻ എന്ത് സങ്കൽപ്പിക്കുന്നുവോ അത് ഫലത്തിൽ വരും. അഭേദമായ ബുദ്ധിയോടെ എന്നെ നിർവിശേഷമായി സ്നേഹിക്കുക. ഇങ്ങനെയുള്ളവന്റെ ആജ്ഞ നിയന്താവായ എന്റേതുപോലെയാണ്. ഇതാണ് ആജ്ഞ എന്ന സിദ്ധി. ശുദ്ധ അന്ധകരണമുള്ള യോഗിക്ക് എന്നിലുള്ള ഭക്തി നിമിത്തം ഭൂത ഭാവി വർത്തമാനകാല സംഭവങ്ങൾ പറയാൻ കഴിയും. ഇതര ജനങ്ങളുടെ വിചാരങ്ങൾ നന്നായി അറിയും. സർവഭൂതനായിരിക്കുന്ന മുനിയുടെ ദേഹത്തിന് അഗ്നിയാദി ഭൂതങ്ങളുടെ യാതൊരു ഉപദ്രവവും വരില്ല. ശ്രീവത്സത്തോടും ശംഖം, ചക്രം എന്നീ ആയുധങ്ങളോടും കൊടിക്കുറ, വെഞ്ചാമരം മുതലായ ആഡംബരങ്ങളോടും എന്നെ ധ്യാനിച്ചാൽ ഒന്നിലും പരാജയം സംഭവിക്കില്ല. അതാണ് അപരാജിത എന്ന സിദ്ധി, അതായത് സർവത്ര വിജയം. മുകളിൽ പറഞ്ഞ വിധത്തിൽ ഓരോ സിദ്ധികൾക്ക് ഹേതുവായ ഓരോ ധാരണകൾ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന
എൻ്റെ ഉപാസകന് മുൻ പറഞ്ഞ എല്ലാ സിദ്ധികളും സ്വാധീനമായി വരുന്നു. ഈ സിദ്ധികൾ ഒന്നിനെയും കാക്ഷിക്കുന്നത് ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ പ്രാപ്യസ്ഥാനമായ എന്നോടുകൂടി ചേരാൻ ആഗ്രഹിക്കുന്ന യോഗികൾക്ക് ഈ സിദ്ധികൾ വിഘ്നങ്ങളാകുന്നു. വിഷയവാസനകളിൽ മനസ്സ് ഏർപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ എത്തേണ്ടിടത്ത് എത്തില്ല. ഈ സിദ്ധികൾ കൊണ്ടൊന്നും നേടാൻ കഴിയാത്തതാണ് സായുജ്യം. അത് സമ്പാദിക്കാനാണ് എന്നെ ഭജിക്കേണ്ടത്. എല്ലാ സിദ്ധികളുടെയും ഹേതുവും നാഥനും ഞാനാണ്. മോക്ഷത്തിനും ജ്ഞാനത്തിനും ബ്രഹ്മോപദേശത്തിനും കാരണം ഞാനാണ്. എല്ലാ ജീവികളുടെയും ആത്മാവ് ഞാനാണ്. സകല ചരാചരങ്ങളിലും ഉള്ളിലും പുറത്തും ഞാൻ വ്യാപിച്ചിരിക്കുന്നു. ഏതുപോലെയാണെന്നാൽ ഭൂതകാര്യങ്ങളിൽ ആകാശാദി പഞ്ചഭൂതങ്ങൾ വ്യാപിച്ചിരിക്കുന്നത് പോലെ. 38ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, അഹമാത്മാന്തരോ ബാഹ്യ അനാവൃത സർവദേഹിനാം യഥാഭൂതാനി ഭൂതേഷു ബഹിരന്ത സ്വയം തഥാ. ബഹി അന്തഃ ച, ഉള്ളിലും പുറത്തും വ്യാപിച്ചിരിക്കുന്നു ഭഗവാൻ. എന്നെ വേണ്ട വിധം ഉപാസിക്കുകയാണ് വേണ്ടത്. ഭക്തിയാണ് ഉത്തമമായ മാർഗം. പിന്നെ നമ്മുടെ ലക്ഷ്യവും നന്നായിരിക്കണം, മനസ്സും വളരെ ഉറച്ചതായിരിക്കണം. സകല സിദ്ധികളുടെയും ഉടമസ്ഥനായ എന്നിൽ ഭക്തി സമ്പാദിക്കുകയാണ് ജന്മസാഫല്യം എന്ന് ഭക്തവത്സലനായ ഭഗവാൻ ഉപദേശിച്ചു. ഇത് നമുക്കുള്ള ഉപദേശമാണ്. ഭഗവത് പാദത്തെ പ്രാപിക്കാൻ ഇടവരും എന്നാണ് ഈ സ്കന്ധത്തിന്റെ ഫലശ്രുതി. തടസ്സമില്ലാത്ത ഭക്തി നമുക്കും ഉണ്ടാവാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. എല്ലാവർക്കും നമസ്കാരം. ഹരേ കൃഷ്ണ. 15ാമത്തെ അധ്യായം വളരെ ഭംഗിയായിട്ട് ഈ പറഞ്ഞ പോലെ നല്ലൊരു ഒഴുക്കോടുകൂടി നമുക്ക് ധ്യാനയോഗത്തെ കുറിച്ച് പറഞ്ഞു തന്ന ജലീഷ് ചേച്ചിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഇനി ഒരു കീർത്തനങ്ങളും ഒക്കെ ആയിട്ട് ധാരാളം സാധനങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പ്രഭാഷണത്തിലേക്ക് കടക്കാം.